എല്ലാ കാലത്തും പാർട്ടി ഉയർത്തിപ്പിടിച്ചൊരു മൂല്യമാണ് വിശ്വാസത്തിനെ സംരക്ഷിക്കുക, വിശ്വാസികൾക്ക് പിന്തുണ നൽകുക. ശബരിമല വിഷയത്തിൽ 2018 യുവതീ പ്രവേശനത്തിൻ്റെ ജഡ്ജിമെൻ്റ് മുതൽ ഇപ്പോൾ സ്വർണം മോഷ്ടിച്ച സംഭവം വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരേ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം അത് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത്, യുവതീ പ്രവേശനത്തിൻ്റെ വിധി വരുമ്പോൾ അന്ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. ഏതാണ്ട് 7 മണിക്കൂർ ആ യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. കാരണം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ പൊതു ചർച്ച നടത്തി പാർട്ടിയുടെ മൊത്തം വികാരം കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. ആ ചർച്ചയ്ക്കൊടുവിൽ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു: നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കണം. ഇവിടെ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നൊരു പദത്തിൽ വ്യത്യാസമുണ്ട്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ടല്ല ജഡ്ജിമെൻ്റ്, യുവതീ പ്രവേശനത്തിൻ്റെ. അതായത് 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും 60 കഴിഞ്ഞ അമ്മമാർക്കും അവിടെ പ്രവേശനമുണ്ട്, ഏത് മതത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുടെ പ്രത്യേകത, ആ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണ്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരികളെ യുവതികൾ സന്ദർശിക്കാറില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ മാത്രം യുവതികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത്. അത് നേരെ വെച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ ബാധകമല്ല. ഇങ്ങനെയുള്ളതൊരു ഐതിഹ്യമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ. അതിനെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. അന്ന് KPCC തീരുമാനിച്ചു നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കണം. അങ്ങനെ ആ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയുടെ മറ്റെല്ലാ കാര്യങ്ങളിലുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന ശക്തമായ സമീപനം നമ്മൾ സ്വീകരിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ദേശീയ പാർട്ടിയാണ്, നമ്മളെ ഒരു മതസംഘടനയോ സാമുദായിക സംഘടനയോ അല്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുന്ന ചർച്ചയിലൂടെ വേണം. അങ്ങനെ ചർച്ച നടത്തിയെടുത്ത തീരുമാനമാണ് വിശ്വാസികളോടൊപ്പം നിൽക്കുക. അതിന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് 5 മേഖലാ ജാഥകൾ നടത്തുകയുണ്ടായി. അന്ന് കാസർഗോഡ് നിന്ന് വാഹന പ്രചരണ ജാഥയാണ്. കാരണം ഇവിടുന്ന് പത്തനംതിട്ടയിലെടുക്കാൻ പദയാത്ര നടത്തിയാൽ ദിവസങ്ങളോളം എടുക്കുമെന്നുള്ളത് കൊണ്ട് ഇവിടെയും ആലപ്പുഴയിലും വാഹന പ്രചരണ ജാഥ. കാസർഗോഡ് വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീ K. സുധാകരൻ. ആലപ്പുഴയിൽ നിന്നുള്ള ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ്. 3 പദയാത്ര. തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലേക്ക് പദയാത്ര നയിച്ച ഞാനായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നേതൃത്വത്തിൽ മറ്റ് 2 പദയാത്രകളുണ്ട്. ഇതെല്ലാം പത്തനംതിട്ട എന്ന് സംഗമിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ആ യോഗം പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം കഴിഞ്ഞു നവംബറിലാണ് ഈ നമ്മുടെ വിശ്വാസ സംരക്ഷണ ജാഥ എന്ന് നടത്തിയത്. 2019 ജാനുവരി മാസം 2-ാം തീയതി അന്ന് ഞങ്ങളൊക്കെ മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചങ്ങനാശ്ശേരിയിലാണ്. അന്ന് കാലത്ത് വന്ന പത്രവാർത്ത, 2 യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലേക്ക് കയറ്റി. ഇത് പറയുന്ന മറ്റാരുമല്ല, ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വെച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ഞാൻ ഇന്ന് ഓർക്കുന്നത്, അന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, ശബരിമല ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നടയടയ്ക്കാൻ തന്ത്രി തീരുമാനിച്ചു. ആ തന്ത്രി കുടുംബത്തിനോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് അവിടെ ഭീമശുദ്ധി വരുത്തി നട വീണ്ടും തുടങ്ങും. പക്ഷെ അതിനുശേഷം അന്ന് ഇതിന് നേതൃത്വം നൽകിയ തന്ത്രി രാജീവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി നടത്തി, മന്ത്രിമാർ നടത്തി.
എന്നാൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ തൽക്കാലം വിധി നടപ്പാക്കാൻ നിർബന്ധിക്കുന്നില്ല. ഇപ്പോഴതിൽ നിൽക്കുകയാണ് കാര്യം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ദോഷമുണ്ടാകും എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വരുമ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പെരിയ ഒരു ജ്യോത്സ്യൻ്റെ പേരൊക്കെ പറഞ്ഞ് എൻ്റെയും കൂടെ സുഹൃത്തായതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. അദ്ദേഹമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്നാലും മഹാസംഗമം നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചു. ആ സംഗമത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിൽ അന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, അവിടെ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല. എന്നാൽ പിണറായി വന്ന് അത് പിൻവലിച്ച് യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തു. ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അത് പിൻവലിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൽകിയ സത്യവാങ്മൂലം പുനഃസ്ഥാപിക്കണം. രണ്ടാമത്, ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ എതിരായുള്ള കേസുകൾ എപ്പോഴും ഉണ്ട്. സുധാകരനെതിരായിട്ടുള്ള കേസുണ്ട്, എനിക്കെതിരായിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ മാത്രമല്ല, 2 വർഷം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരായി പോലും കേസുണ്ട്. അതുപോലും പിൻവലിച്ചിട്ടില്ല. NSSൻ്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഈ കേസുകൾ പിൻവലിക്കണം. മൂന്നാമത്തേത്, മുഖ്യമന്ത്രി വിശ്വാസികളോട് മാപ്പ് പറയണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇക്കാര്യത്തിൽ തികച്ചും അലംഭാവപരമായിട്ടുള്ള സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഞങ്ങൾ പറഞ്ഞു പങ്കെടുക്കുന്നില്ല. അത് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ മടിയില്ല, ബഹിഷ്കരിച്ചു എന്ന് പറയാൻ ഒരു മടിയില്ല. ഏതായാലും സംഗമം 8 നിലയ്ക്ക് പൊട്ടിയതുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 4000 പേരെ ക്ഷണിച്ച ആ സംഗമത്തിൽ പങ്കെടുത്തത് 638 പേർ. 8 നിലയ്ക്ക് പൊട്ടി, നാടൻ ഭാഷയിൽ പറഞ്ഞു. അതായത് വിശ്വാസികൾ തള്ളിക്കളഞ്ഞു എന്നർത്ഥം. ഗോവിന്ദൻ മാഷ് പറഞ്ഞു 28 സാമുദായിക സംഘടനകൾ പങ്കെടുത്തു. പക്ഷെ എന്തേ അനുയായികളില്ലാതെ പോയത്? അവർക്കറിയാം ഇത് തട്ടിപ്പാണ്. അവിടെ വെച്ച് ഭഗവത്ഗീത വരെ വായിച്ചു ശ്രീ പിണറായി വിജയൻ. പക്ഷെ ആ യോഗത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായി. സ്വാഗതം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ട് അധികമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചുമരെഴുത്തുകൾ ഇപ്പോഴും നെടുമങ്ങാട് ചുമരുകളൊക്കെ ഇപ്പോഴും കാണാം. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സ്വാഗതം പറഞ്ഞ പ്രശാന്ത് യോഗം അവസാനിച്ചപ്പോൾ പറഞ്ഞു സ്വാമിയെ ശരണമയ്യപ്പ. ഏത് സ്വാമിയെ ശരണമയ്യപ്പ. മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ഭരണമയ്യപ്പ. അപ്പോൾ അതോടുകൂടെ തന്നെ ഭക്തന്മാർക്ക് കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഈ സംഗമം പൊട്ടിയത്. ഏതായാലും പൊട്ടിയതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി പൊട്ടിയെന്ന് പറഞ്ഞില്ല. ഓരോരുത്തർ ഓരോ കാരണങ്ങൾ കണ്ടെത്തി. ഗോവിന്ദൻ മാഷ് പറഞ്ഞ് കൃത്രിമമായ അവിടുത്തെ ശൂന്യമായിട്ടുള്ള കസാലകളൊക്കെ AI സംവിധാനത്തിൽ ഉണ്ടാക്കിയതാണ്. കസാലയൊക്കെ നിറഞ്ഞത്, പക്ഷേ AI സംവിധാനം ഉപയോഗിച്ച് ഒഴിഞ്ഞ കസാലകൾ സൃഷ്ടിച്ചു. മന്ത്രി വാസവൻ പറഞ്ഞു 4000 കസാലകൾ, ഞങ്ങൾ 5000 കസാല ഇട്ടു, 4000 കഴിഞ്ഞപ്പോൾ 1000 കസാല ബാക്കി വന്നു. ഏതായാലും കസാലകളൊക്കെ ശൂന്യമായിരുന്നു, സംഭവം പൊട്ടി. അതിനുശേഷമാണ് ഇപ്പം സ്വർണം കട്ട കഥ പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കി ദ്വാരപാലകന്മാരുടെ സ്വർണവും പോയി, അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയും പോയി, അയ്യപ്പസ്വാമിയുടെ ദണ്ടും പോയി. ദണ്ടും രുദ്രാക്ഷമാലയും, യോഗദണ്ടും രുദ്രാക്ഷമാലയും അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പൻ ഭജന ഇരിക്കുക. ആ 2 സാധനങ്ങൾ സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് അതും കൊണ്ടുപോയി. 998 വിജയമല്യ സംഭാവന ചെയ്ത 30 കിലോ സ്വർണ്ണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പോറ്റി അടിച്ചു മാറ്റി. അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ച സന്ദേശം ആരുടെ അറിയാം? വായിച്ച യോഗി ആദിത്യനാഥിൻ്റെ. കോൺഗ്രസിൻ്റെ ആരെങ്കിലാണ് വായിച്ചിരുന്നെങ്കിൽ എന്ത് ബഹളായനെ ഇവിടെ. യോഗി ആദിത്യനാഥ് സമ്മേളനത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് വായിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ആവേശം, വാസവനും ആവേശം.
ഇത് കഴിഞ്ഞ് 4-ാം ദിവസം വേറൊരു സംഗമം നടന്നു. അത് സംഘപരിവാറിൻ്റെ സംഗമം. അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാമിയല്ല, ഒരു ആസാമി. അയാൾ പ്രസംഗിച്ച എന്താ അറിയോ? ഒരു കൊള്ളക്കാരനാണ്, ഒരു തീവ്രവാദിയാണ്. അപ്പോൾ തന്നെ അയ്യപ്പ ചരിതത്തിലെ പ്രധാന ഭാഗം പോയില്ലേ? വാവരും അയ്യപ്പനും സുഹൃത്തുക്കളായിട്ടാണ് അയ്യപ്പ ചരിതത്തിൽ പറയുന്നത്. സംഭവം വാവര് കൊള്ള ചെയ്യാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പക്ഷേ തൻ്റെ വിശ്വരൂപം കാണിച്ച് അയ്യപ്പൻ വാവരുടെ മനസ്സ് മാറ്റിയെന്നാണ് അയ്യപ്പ ചരിതത്തിൽ പറയുന്നത്. അങ്ങനെയാണ് വാവര് അയ്യപ്പൻ്റെ തോഴനാണ്, അല്ലാണ്ട് ശിഷ്യനല്ല. കാരണം തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാവര് അയ്യപ്പനുമായി ചങ്ങാതിത്വം സ്ഥാപിച്ചത്. ഇപ്പോഴും എരുവേലി വാവര് പള്ളിയിൽ നിന്ന് പേട്ട തുള്ളിയിട്ട് പോകുമ്പോൾ കൂടെ വാവരും പോകുന്ന സങ്കല്പം. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ വിശ്വസിക്കുന്ന വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയാണ്. അതിന് പിണറായി വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ള വാവരെ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ സംഘപരിവാറിന് ഒരവസരമുണ്ടാക്കാൻ ഈ പിണറായിൻ്റെ സംഗമം കൊണ്ട് നടന്നു. നമ്മുടെ മതസൗഹാർദ്ദത്തിനേറ്റ ഒരു വിള്ളലായിരുന്നു. അത് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിനെ ക്ഷണിച്ച പിണറായി, സ്റ്റാലിൻ നമ്മുടെ കൂടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ദൈവവിശ്വാസിയൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവവിശ്വാസികളെ 2 മുഖ്യമന്ത്രിമാർ അതിൻ്റെ അടുത്തുണ്ട്, കോൺഗ്രസ്സുകാർ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇനി പോട്ടെ, അങ്ങ് ഹിമാചൽ പ്രദേശ്, ഏറ്റവും ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ള ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി സുഖ്ദേവ് സിംഗ് സുഖു, കോൺഗ്രസ്സുകാരാ. 3 പേരും ക്ഷണിച്ചില്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സംഗമം പൊട്ടിക്കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വർണം കട്ട കഥ പുറത്തു വരുന്നത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വായിച്ചു. ആഗോള സംഗമം വിജയിച്ചപ്പോൾ അത് പൊളിക്കാൻ നടത്തിയൊരു ഗൂഢാലോചനയാണ് ഈ സ്വർണം കട്ടത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആരാണ് സ്വർണം കട്ടുമെന്ന് പറഞ്ഞാൽ UDF ആണോ പറഞ്ഞത്, അതോ കേരള ഹൈക്കോടതി? കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. സ്വർണം ഇളക്കി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കക്കുറവുണ്ടായി. ഇപ്പം തൂക്കക്കുറവ് മാത്രമല്ല, അടിച്ചുകൊണ്ടേ സ്വർണ്ണയല്ല കൊണ്ടുപോയ സ്വർണം ഒന്ന്, തിരിച്ചു വന്ന സ്വർണം ഡ്യൂപ്ലിക്കേറ്റ്, ചെമ്പിൽ പൂശിയിട്ട് കൊണ്ടുവന്നു. ചെന്നൈയിലെ ഒരു സ്മാർട്ട് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഏതാ ഇപ്പം മനസ്സിലായി, ഒട്ടും സ്മാർട്ടല്ലാത്ത കമ്പനിയാണ്. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഒറിജിനലൊക്കെ ഇളക്കി മാറ്റി ചെമ്പിൽ 2 കോട്ടടിച്ച്, സ്വർണത്തിൻ്റെ കളർ 2 കോട്ടടിച്ചിട്ട് അതാണ് ഇപ്പം അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ആരാ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ പോറ്റി എന്ന ആസാമി ആൾ ദൈവം UDFൻ്റെ ഇപ്പം പറഞ്ഞു, UDFൻ്റെ കാലത്ത് അധികം കീഴ്ശാന്തിയായിരുന്നു. ശരി, കീഴ്ശാന്തിയായിട്ട് കയറിയപ്പോൾ തന്ത്രി പറഞ്ഞു ഇയാൾക്ക് ഒരു ശാന്തി അറിഞ്ഞുകൂടാ. അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് ഇറക്കി വിട്ടായാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിദ്വാൻ എങ്ങനെ പിന്നെ സ്പോൺസറായിട്ട് വന്നു? ഒരു കീഴ്ശാന്തിയായി ശബരിമലയിൽ പൂജയ്ക്ക് വന്ന് അതിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറുടെ രൂപത്തിൽ വന്നു? ഇയാളുടെ കയ്യിൽ എന്ത് വിശ്വസിച്ചാണ് സ്വർണം കൊടുത്തയച്ചത്? സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുകയും അത് അവിടെ കൊണ്ടുപോയി വിൽക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ഏതായാലും പോയതല്ല തിരിച്ചു വന്നത്. ചെമ്പ് പാളികളാണെന്ന് സ്മാർട്ട് കമ്പനിക്കാരെ കൊണ്ട് പറയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ആ കമ്പനിക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞു. ഇപ്പൊ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആരാ? 2018-19 കാലത്ത് അന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതി മുഴുവൻ കേസിൽ പ്രതിയാണ്. അന്ന് പ്രസിഡന്റായിരുന്ന പത്മകുമാർ മാത്രമല്ല പ്രതി. അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസ് CPIയുടെ നോമിനിയാണ്. ഇപ്പോൾ 2 CPMകാരും ഒരു CPI ഉൾപ്പെട്ട 2019 അന്നുണ്ടായിരുന്ന ഭരണസമിതിയാണ് കേസിലെ 8ാം പ്രതി സ്വർണം കട്ടതിന്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പം സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ സ്വർണം കക്കുമ്പോൾ അതൊക്കെ ദേവസ്വം ബോർഡ് നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഗവൺമെൻറ് ജോലി എന്താ? പിന്നെ എന്തിനാ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി എന്തിനാ? ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ, ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കയ്യിൽ 2025 വീണ്ടും സ്വർണം കൊടുത്തയച്ചു.
കയ്യിലല്ല കൊടുത്തയച്ച് അദ്ദേഹത്തിനോട് താൻ ചെന്നൈയിൽ വന്നോളൂ, ഞങ്ങളോട് സ്വർണം ഇവിടുന്ന് കൊണ്ടുവരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടപ്പോൾ എത്ര ദിവസം എടുത്തു പറയും? ഏതാണ്ട് 40 ദിവസം എടുത്തു. ഇതെന്താ പഴയ അഞ്ചലോട്ടക്കാരൻ്റെ കാലം. അതായത് ചെന്നൈയിൽ നിന്ന് ഇയാൾ ഇതും കൊണ്ട് നേരെ ബാംഗ്ലൂരേക്ക് പോയി. എല്ലാ ആളുകളെയും വിളിച്ചിട്ട് പൂജ നടത്തി. അത് തന്നെ ആചാരലംഘനമാണ്. കാരണം ശബരിമലയിൽ 2 കാര്യങ്ങൾക്ക് മാത്രമേ ഘോഷയാത്ര നടത്താൻ പാടുള്ളൂ. ഒന്ന്, മണ്ഡലവിളക്കിന് നടത്തുന്ന തങ്ക അങ്കി ഘോഷയാത്ര. തിരുവിതാംകൂർ രാജാവ് കൊടുത്താണ് തങ്ക അങ്കി. അതിൻ്റെ ഘോഷയാത്രയുണ്ട്, അത് മണ്ഡലകാലത്ത്. അതുപോലെ തന്നെ മകരവിളക്കിനുള്ള തിരുവാഭരണ ഘോഷയാത്ര. ഇത് 2 ഘോഷയാത്രയേ പാടുള്ളൂ. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്ന ആസാമി പല വീടുകളിലും കൊണ്ടുപോയി. നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ വീട്ടിലും കൊണ്ടുപോയി. അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ വീട്ടിലും കൊണ്ടുപോയി. അപ്പോൾ ആചാര ലംഘനം നടന്നു. ഇപ്പം എത്ര സ്വർണം ബാക്കിയുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത്രയും കള്ളത്തരം നടത്തിയിട്ട് ഇതിന് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്? ഇപ്പോൾ അന്ന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വന്ന ഒരു എൻ വാസു, അദ്ദേഹം കേസിൽ പ്രതിയാണ്. കാരണം അദ്ദേഹം അന്ന് ആദ്യത്തെ സ്വർണം മോഷ്ടിച്ചപ്പോൾ അദ്ദേഹം കമ്മീഷണറായിരുന്നു ദേവസ്വം. അദ്ദേഹമാണ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാലത്ത് രസകരമായൊരു കാര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് പത്രത്തിൽ വാർത്ത വന്നു. കോവിഡ് കാലത്ത് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു എന്നൊരു വാർത്ത വന്നിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കിണ്ടി വാസു എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പം ഇങ്ങനെ വന്ന വിദ്വാന്മാരൊക്കെ 2017 മുതൽ അധികാരത്തിൽ വന്ന സർവ്വ ഭരണസമിതിക്കാരും കട്ടു. അതിന് മന്ത്രിമാർ കൂട്ടുനിന്നു. ചുരുക്കി പറഞ്ഞാൽ ഇനി അയ്യപ്പ മാത്രമേ ബാക്കിയുള്ളൂ. അതിനാണ് പിണറായി പറയുന്നത്, ഒരു ടേമും കൂടെ എനിക്ക് തരണം. എന്തിനാ അയ്യപ്പനെ വിഴുങ്ങാൻ? നമ്മളിനി സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റെന്ന് പറയും ഞാൻ ഇവിടെയുള്ളത്. അതിലേക്ക് പോകണോ നമ്മുടെ നാട്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, പാർട്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇത് കുറച്ച് ചരിത്രം പറയാനുള്ളതുകൊണ്ടാണ്. മറ്റാരും കാര്യമായിട്ട് ഇവിടെ പ്രസംഗിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും കാര്യം പറയുന്നത്. കോൺഗ്രസിൻ്റെ UDFൻ്റെ ഡിമാൻഡ് ഒന്നാണ്. ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള എന്താ അറിയുമോ? ഈ ഉദ്യോഗസ്ഥന്മാർ IPS വെച്ചിട്ടുള്ളത്. പക്ഷെ അതിലും ഒരു കുഴപ്പമുള്ളത്, അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കരുത്, ഞങ്ങൾക്ക് നേരിട്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും അങ്ങനെ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുത്താൽ മുഖ്യമന്ത്രി ഭാവിയിൽ അവരെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു യോഗേഷ് ഗുപ്ത ഉണ്ടല്ലോ, അഡീഷണൽ DGP, മുഖ്യമന്ത്രിക്കെതിരെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹം കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷൻ പോകാൻ നോക്കിയപ്പോൾ പറഞ്ഞു താൻ അങ്ങനെ പോണ്ട, തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ട് തരില്ല എന്നാൽ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തി. വെങ്കടേശൊക്കെ നല്ല ഉദ്യോഗസ്ഥൻ തന്നെയാണ് സംഭവിച്ചു. പക്ഷേ മുഖ്യമന്ത്രിയാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ടത്. അത് ഭാവിയിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആൾ കയറി പിടിക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞത് CBI അന്വേഷണം വേണം. പക്ഷേ CBIന് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. CBI അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. അല്ലെങ്കിൽ എന്താ പറ്റുക അറിയുമോ? മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച സമൻസ് പോലെ ആയിപ്പോവും, ആവിയായിപ്പോവും. ഇപ്പം ഏതായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സ്വർണം കട്ടതിന് ശേഷം ഈ സ്വർണം കക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും, ചിലർക്ക് കാഴ്ച പോവും, ചിലർക്ക് ചിത്തഭ്രമം ഉണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കുറേശ്ശെ തുടങ്ങിയോ സംശയം. കാരണം ഇന്നലെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. മൂപ്പര് ലാവ്ലിൻ കേസിൽ പ്രതി, മോള് ചെയ്യാത്ത സേവനത്തിന് കമ്മീഷൻ വാങ്ങിച്ചതിന് പ്രതി. ഇപ്പോൾ ആ മോന് ED നോട്ടീസും കൂടി ആയപ്പോൾ അദ്ദേഹം പറയാം, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എന്തൊരു സംതൃപ്ത കുടുംബം. അങ്ങ് CBIയും EDയും എല്ലാം കയറി നിരങ്ങുക. പക്ഷെ ഇവിടെ ഒരു സംശയം, ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെ ED ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ അവിടെയും ചില സംശയങ്ങളുണ്ട്. നേരെ മറിച്ച് ഹേമന്ത് സോറൻ എന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ പൊക്കിക്കൊണ്ടുപോയില്ലേ EDക്കാർ? കേജ്രിവാളിനെ പൊക്കിക്കൊണ്ടുപോയില്ലേ? എൻ്റെ മുഖ്യമന്ത്രിയുടെ മകനോട് സ്നേഹം EDക്കാർക്ക് നോട്ടീസ് അയച്ച് അങ്ങനെ ആവിയായി പോയി. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാം,
ഇനി CBI അന്വേഷിച്ചാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. ഇവരുടെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കായിരിക്കണം, അമിത്ഷാവിനാവരുത്. ഇപ്പോഴും ചില രഹസ്യ ബന്ധങ്ങളുണ്ട്. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കഴിഞ്ഞ തവണ കാണിച്ച ആവേശം എന്താണ് BJP ഇത്തവണ കാണിക്കാത്തത്? ഇന്നലെയാണ് ഒരു പേരിന് സമരം നയിച്ചത്. ആ സമരം തന്നെ അവർ നടത്തിയപ്പോൾ മുട്ട എടുത്തിട്ടാണ് എറിഞ്ഞത്. അത് തന്നെ നോൺ വെജിറ്റേറിയൻ സാധാരണ ഉപയോഗിക്കാൻ പാടില്ല. ഈ ശബരിമല ഒരു സമരത്തിന് മുട്ട എടുത്തിട്ട് പോലീസിന് എറിഞ്ഞു. അത് ആർക്കാനും വേണ്ടി ആക്കാനിച്ച പോലെ. കഴിഞ്ഞ തവണത്തെ ഇതൊന്നും വലിയ ആവേശമൊന്നും കാണാനില്ല. അപ്പം അതിൻ്റെ അർത്ഥം സ്വർണം കട്ടാലും വേണ്ടില്ല, പിണറായി സ്വർണം കട്ടാലും വേണ്ടില്ല, UDF ജയിക്കരുത് എന്നുള്ള ദുഷ്ടബുദ്ധിയാണ് ഇവിടെ BJPക്കാരനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണം. സ്വർണ്ണക്കള്ളന്മാരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം. നമ്മുടെ വാസവൻ എത്രയും പെട്ടെന്ന് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ വാസവത്വമൊക്കെ ഒന്ന് വേഗം അവസാനിപ്പിക്കുക. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ സാധാരണ സംവരണം കൊടുക്കുന്നത് എന്തിനറിയോ? ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് കക്കുന്നതിന് സംവരണമൊന്നുമില്ല. ഇവിടെ ചെല്ല് പറഞ്ഞ് ഇന്ന സമുദായക്കാരനായതുകൊണ്ടാണ് വാസവൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. ഞാൻ പ്രശാന്ത് അതല്ലല്ലോ. കക്കുന്നതിന് ജാതിയും അതൊന്നും നോക്കണ്ട. ദേവൻ്റെ സ്വത്ത് ആര് കട്ടാലും കട്ടത് കള്ളന്മാർ തന്നെയാണ്. അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് വാസവനല്ല, പ്രശാന്താണെങ്കിലും പിണറായി ആണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാർട്ടി തയ്യാറല്ല. അതുകൊണ്ട് കുറ്റവാളികളെ അകത്താക്കുന്നവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് നീങ്ങും. അതിൻ്റെ ഭാഗമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര. ഇതിനോട് എല്ലാവരും, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും. ഞങ്ങളൊക്കെ അന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനന്ന് പദയാത്ര നടത്തിയ കാലത്ത് റോഡിൻ്റെ ഇരുഭാഗത്തും മറ്റ് മതസ്ഥരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ എന്താ അറിയോ? ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തിൽ കൈവച്ചുവെങ്കിൽ നാളെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കും. ഇന്ന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ യാത്രയെ വലവരുക്കാൻ വന്നത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട്, വിജയം കണ്ട് ഈ സമരം അവസാനിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്വാമി ശരണം.